ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇതാ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ എണീച്ചിട്ട് വേഗം നിസ്കാരമൊക്കെ കഴിച്ചിട്ട് ഓടുക കേട്ടോ. ബിസ്മി ചൊല്ലിയിട്ട് കിച്ചണിലേക്കാണ് പോണത്. നമ്മൾ വേഗം കാലിച്ചായൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ കാലിച്ചായ കൊടുക്കാൻ മുട്ടൊക്കെ പൊങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ പള്ളിയിലേക്ക് പോകണമല്ലോ ഉപ്പച്ചിക്കും മക്കൾക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തിരക്ക് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇന്നലെ ഇട്ട മൈലാഞ്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചോന്നിട്ടുണ്ട്. പക്ഷേ ചിത്രങ്ങളൊക്കെ കുറച്ച് കലങ്ങിപ്പോയില്ലേ, സാരമില്ല. അപ്പൊ ഇന്നലെ തന്നെ ചിക്കനൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അത് ഇന്ന് വേഗത്തിലാക്കാനാട്ടോ. കടായി ചിക്കനൊക്കെ ഉണ്ടാക്കാം. ഇവര് മാറ്റി ഇതാ പള്ളിയിലേക്ക് പോവാണ്. അപ്പൊ ഇവര് പോയി ചായ വന്നിട്ടാണ് നമുക്ക് കടായി ചിക്കനും പത്തിരി എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ വന്നതിന് ശേഷം ഇതാ എല്ലാവരും വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഫോട്ടോ കുറേ നേരം എടുക്കലുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാനായി ഉച്ചക്ക് ചിക്കൻ ബിരിയാണി, ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും അങ്ങനെ എല്ലാം കൂട്ടി പായസം അടക്കം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പുതിയ ഡ്രസ്സൊക്കെ നമ്മളെ പെരുന്നാക്കോടിയൊക്കെ മാറ്റിയിട്ട് ഇതാ ഇരിക്കണല്ലേ. ആരാപ്പം ഇരിക്കണേ? ഞങ്ങളിതാ മാറ്റിയിട്ട് വീണ്ടും പോവാണ്. അപ്പോൾ ഒരുപാട് ഫോട്ടോ എടുക്കാണ്ട് കേട്ടോ. മോക്ക് പല ഡ്രസ്സിലും കുറേ ഡ്രസ്സിൽ മാറി മാറി ഫോട്ടോ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എൻ്റെ മോനൂസും മാറ്റി, എല്ലാവരും മാറ്റിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് കോഴിക്കോട്ടേക്കാട്ടോ. എൻ്റെ അമ്മനെ കാണാൻ പെരുന്നാളായാൽ പെരുന്നാൾ ചോറ് തന്നിട്ട് അമ്മച്ചിൻ്റെ അടുത്തേക്ക് പോകും. നമ്മൾ മെച്ചി കോഴിക്കോടാണ് കേട്ടോ. അപ്പോൾ ഇതാ കോഴിക്കോട്ടേക്ക് പോകണേ. നമുക്ക് ഇതന്നെ ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ വേറെ എവിടെയും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു പോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ നമുക്ക് മതിയായി. പിന്നെ എവിടേക്ക് ഇറങ്ങാൻ തോന്നില്ല കേട്ടോ. മക്കളൊക്കെ ഇന്നലത്തെ ക്ഷീണം ഇന്ന് കാർന്ന് ഉറങ്ങി തീർക്കലും ഒക്കെ ആയിട്ട് വീട്ടിലെത്തുമ്പോഴത്തേ ഓരോ ക്ഷീണമൊക്കെ മാറും കേട്ടോ. അവിടെ എത്തിയാൽ പിന്നെ എത്താത്തമാരും മക്കളും അളിയാക്കന്മാരും എല്ലാവരും ഉണ്ടാവുമല്ലോ. മക്കളും അതുപോലെ തന്നെ ഓലെ മക്കളെ ഭാര്യമാര് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും കൂടി നല്ല രസമാണ് മക്കളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പെരുന്നാളാഘോഷം നാളെ ആയിരിക്കും. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബായ്.